ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു 2 പിടിയോളം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 വിസിലൊക്കെ മതിയാവും. അപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകരുത്, എന്നാൽ വേവും വേണം, ആ ഒരു പരുവം. അപ്പോൾ ഇതൊന്നായി വരട്ടെ. അപ്പോൾ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ തണ്ടോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഒരു വലിയ ഫ്ലവറിന് നമുക്കൊരു 1-2 പീസൊക്കെ ആക്കി കട്ട് ചെയ്ത് എടുക്കാം, ഓരോ ഇതളിനെയും കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. തണ്ട് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് ചെറിയൊരു കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഒരുപാട് പഴുത്ത പപ്പായ അല്ല, എന്നാൽ നല്ല വിളഞ്ഞ പപ്പായയാണ് കേട്ടോ. ചെറിയൊരു മധുരമുണ്ട്, ആ ഒരു പരുവത്തിലാണ്. ഒത്തിരി പഴുത്ത പപ്പായ എടുക്കരുത്, അത്യാവശ്യം ഇങ്ങനെ പഴുത്ത് വരുന്ന ഒരു പരുവം. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും മഞ്ഞൾപ്പൊടി. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു 1-2 നുള്ളു മതിയാവും മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവൊന്നും ഒരുപാട് കൂടണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ പച്ചമുളകാണ് എരിവിനായിട്ട് ചേർത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്തങ്ങ് ഉടഞ്ഞു പോരുത്, എന്നാൽ നന്നായി വേവുകയും വേണം, ആ ഒരു പരുവം. വേവിക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ശർക്കര അല്ലെങ്കിൽ 1 ടീസ്പൂണോളം പഞ്ചസാര മധുരത്തിന് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇനി ഒരു പിടി തേങ്ങ എടുക്കുക, ഒരു വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ഇത്. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ പൾസ് മോഡിൽ പീസസാക്കി കട്ട് ചെയ്ത് കറക്കി എടുത്ത തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പപ്പായയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു സ്റ്റേജിലാണ് ഇട്ടത്. ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ആ പപ്പായ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിലൊരു 4-5 പീസ് ഞാൻ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഉടച്ചെടുക്കരുത്, ഒരു 3-4 പീസ് മതി കേട്ടോ. നല്ല പോലെ ഒന്ന് തിളയ്ക്കുക, അത്രയേ ഉള്ളൂ. ആ തേങ്ങയുടെ ഒരു ടേസ്റ്റ്, പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ലിറ്ററോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കണം. ഓവർ പുളിയാവരുത്, എന്നാൽ തീരെ പുളി ഇല്ലാതെ ആവരുത്. ആ ഒരു രീതിയിൽ വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തന്നെ പിരിയുന്ന പോലെ ആയിപ്പോവും. തൈര് ചേർത്തിട്ട് അപ്പം തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2-3 വറ്റൽമുളകും, അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാവൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കറിയിലേക്ക് താളിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ പപ്പായ കൊണ്ടുള്ള പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോഴത്തേനും വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഞാൻ അതൊന്ന് മാറ്റാണ്. ഇത് നമുക്കൊരു ഫ്രൈ പോലെ എടുക്കാം കേട്ടോ.
ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ വലിയ വലിയ പീസാക്കി വേണമെങ്കിൽ കുറച്ച് വലിയ പീസാക്കി തന്നെ എടുക്കാം കേട്ടോ, തീരെ ചെറുതാക്കണം എന്നില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർക്കുക. സ്വല്പം വിനീഗറും കൂടി. വിനീഗറിൻ്റെ അളവ് ഒരുപാട് കൂടരുത്, ഒരു പുളി രസം വരും കേട്ടോ. കുറച്ച് വിനീഗർ മതിയാവും. നമ്മുടെ ഈ കോളിഫ്ലവർ ഒരുപാട് അങ്ങ് ചൂടുവെള്ളത്തിൽ വെന്ത് കഴിഞ്ഞാൽ പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി അങ്ങ് വേവരുത്, എന്നാൽ ചെറുതായിട്ടൊന്ന് വേവുകയും വേണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കുറച്ചൊന്ന് വേവ് കൂടിയിട്ടുണ്ട്. കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഒന്ന് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ മസാലയൊക്കെ ചേർക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് അത്യാവശ്യം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിം വേണ്ട. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. എണ്ണയും ഒരുപാട് ഒഴിക്കേണ്ട. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസാക്കി എടുത്തു കഴിഞ്ഞാൽ കോളിഫ്ലവർ നമുക്ക് ആ ഒരു വലിയ പീസാക്കി കിട്ടും. എന്നിട്ട് നന്നായിട്ട് അധികം എണ്ണ ഒഴിക്കാതെ നോൺ സ്റ്റിക്കിൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ കുറച്ച് സമയം എടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് കളർ ചേഞ്ച് ആവണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കപ്പോളം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്കാണ് നമ്മൾ ചെറുപയർ വേവിച്ച് വെച്ചത്. ആ ചെറുപയറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുപയറങ്ങ് ഒരുപാട് വെന്ത് ഉടയുന്ന പരുവമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ല വെന്ത ചെറുപയറൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട, കാരണം നമ്മുടെ പടവലങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും ചെറുപയർ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവും. അത് പിന്നീട് പടവലങ്ങ വെന്തിട്ട് ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ അധികം അങ്ങ് വേവാത്തത് കൊണ്ട് അതിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. പടവലങ്ങയിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആയി വരട്ടെ. പടവലങ്ങ വെന്ത് വരണം. ചെറുപയർ ആ വെള്ളത്തോട് കൂടി തന്നെ അല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അധികം വെള്ളത്തോട് കൂടി ആ ഒരു പടവലങ്ങയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ പടവലങ്ങയൊക്കെ നന്നായി വെന്തു. ഉപ്പ് കുറച്ച് കുറവായി തോന്നി, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേണ്ടത് തേങ്ങയാണ് കേട്ടോ. നല്ല ഒരു പിടി തേങ്ങ. ഒരു പിടി തേങ്ങയിൽ ഒരു വെളുത്തുള്ളി 1/4 ടീസ്പൂണിൽ താഴെ മതി. 1-2 നുള്ള് ചെറിയ ജീരകം, നല്ല ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അതുകൂടി ഇതിനകത്തേക്കിട്ട് പടവലങ്ങ നന്നായി വെന്ത് വരുമ്പോൾ ഇതിനകത്തേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെ. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ പടവലങ്ങയും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഊണാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഊണ് വിളമ്പിയാലോ? നല്ല വെള്ള ചോറാണ് കേട്ടോ. സാധാരണ ഇവിടെ നമ്മൾ മട്ടേരി വെച്ചിട്ടുള്ള ചോറാണ് സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ. അപ്പോൾ ഇന്ന് വെള്ളച്ചോറാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പപ്പായ കൊണ്ടുള്ള പുളിശ്ശേരി, പടവലങ്ങയും ചെറുപയറും തോരൻ, കോളിഫ്ലവർ കണ്ടോ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് മുരിച്ചെടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറും കൂടി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഏതെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.